ഹായ്, അറഫാത്ത് മാരിയാടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുന്ന, എനിക്കെന്തെങ്കിലുമൊക്കെ അസുഖമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന, അതിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലേ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ചെറുതായിട്ടൊരു വേദന വരുന്ന സമയത്ത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ, അല്ലെങ്കിൽ ചെറുതായിട്ട് തലക്കൊരു വേദന വരുന്ന സമയത്ത് എനിക്ക് ട്യൂമറാണോ, അതും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പെയിന് വരുമ്പോൾ അതെന്തെങ്കിലും മാരകമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണോ എന്നൊക്കെ ഉള്ളൊരവസ്ഥ. ഇതിന് ഹെൽത്ത് ആങ്സൈറ്റി, രോഗഭയം എന്ന് പറയും. അപ്പോൾ ഈ രോഗഭയം മാത്രമല്ല ആങ്സൈറ്റി ഉള്ള ആളുകൾ ഉണ്ടാവുക, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരുപക്ഷേ ഈ ആങ്സൈറ്റിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കും? പൂർവ്വകാല തിക്താനുഭവങ്ങൾ എന്ന് പറയും. അവർക്ക് ഭൂതകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും അനുഭവത്തിൻ്റെ പാർശ്വഫലമായിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിങ്ങനെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ചെറിയ എന്തെങ്കിലും ലക്ഷണം കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ അങ്ങനെ തോന്നുമ്പോഴേക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ ചെക്ക് ചെയ്യാൻ പറയും. നിങ്ങൾ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യും, എക്സ്റേ എടുക്കും, സ്കാനിങ് എടുക്കും, ECG എടുക്കും, കുഴപ്പമൊന്നും കാണില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർ പല പ്രാവശ്യം നിങ്ങളെ തലക്ക് കാണിക്കാൻ പോകുമ്പോഴും ചെസ്റ്റിന് കാണിക്കാൻ പോകുമ്പോഴും നിങ്ങൾ മറ്റേത് പാട്ടിന് കാണിക്കാൻ വേണ്ടി പോകുമ്പോഴും ഒന്നുമില്ല പറഞ്ഞങ്ങനെ വിടും. എന്നാലും നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവും. വീണ്ടും നിങ്ങൾ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് മാരകമായിട്ടുള്ള അസുഖമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥയെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് 2-3 കാര്യങ്ങളെ ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കണ്ണടച്ച് ബോധ്യപ്പെടുക, എനിക്ക് ആങ്സൈറ്റി ആണ്, എനിക്കൊരു അസുഖവും ഇല്ല, എനിക്ക് എന്ന് കരുതി ഞാൻ വലിയൊരു മാനസിക രോഗിയല്ല, ഇത് ചെറിയൊരു മനസ്സിൻ്റെ ചെറിയൊരു അവസ്ഥ മാത്രമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വഴി. രണ്ടാമെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ രാത്രി നമുക്ക് ഒരുപാട് മാനസിക ആരോഗ്യ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നമ്മളെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ് നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ കാരണമാവുന്ന ഒന്നാണ് നമ്മൾ വൈകി കിടക്കുക എന്നുള്ളത്. നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ഡൈജഷനൊക്കെ കറക്റ്റ് നടന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങുന്ന രീതിക്ക് വേണ്ടി ഒരു 7 മണിക്കൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളൊരു 9-9:30 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് ഒരു 5:30-6 മണിയാകുമ്പോൾ എണീക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുക. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ മാറ്റണ്ടാവാൻ ഞാൻ രണ്ടാമത് പറയുന്ന കാര്യം അതാ. ഒന്നാമത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക, 2 നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുക, ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഉറങ്ങാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലഘു വ്യായാമങ്ങൾ ചെയ്യുക. നിങ്ങൾ ജിമ്മിൽ പോകണമെന്നോ അല്ലെങ്കിൽ മറ്റു എവിടെയെങ്കിലും പോകണം, നിങ്ങൾ ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ലഘു ശ്വസന പരിശീലനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. നിങ്ങൾ എണീറ്റ ഉടനെ ബെഡിലിരുന്നിട്ട് തന്നെ നട്ടിൽ നിവർത്തി ഇതുപോലെ ഷോൾഡർ ഓപ്പൺ ആക്കി താടിയിൽ അല്പം പൊക്കി പിടിച്ചിരുന്നിട്ട് ഒരു 3 മിനിറ്റ് സമയം ദീർഘമായി ശ്വാസം അകത്തേക്ക് എടുക്കുകയും അതിനേക്കാൾ ദീർഘമായി നിങ്ങൾ ഉദാഹരണത്തിന് 5 സെക്കൻഡ് സമയം കൊണ്ടാണ് ശ്വാസം ഇൻഹെയിൽ ചെയ്യുന്നതെങ്കിൽ ഒരു 10 സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സെയിൽ ചെയ്യുക. ഒരു 3 മിനിറ്റ് സമയം നിങ്ങളത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തണുത്ത ശ്വാസം അകത്തേക്ക് എടുക്കുന്നതായിട്ടും ചൂടുള്ള ശ്വാസം പുറത്തേക്ക് വിടുന്നതായിട്ടും നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യുക. ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ലഘു ശ്വസന പരിശീലനങ്ങൾ ചെയ്യുക. എല്ലാ ശ്വസന പരിശീലനങ്ങളും പ്രാണായാമങ്ങളും ഞാനിവിടെ വിലയിരുത്തുന്നില്ല. നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി അല്ലാത്ത ആളുകൾക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കുക, കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതിനുള്ള മാർഗ്ഗങ്ങൾ മറ്റു അധ്യാപകരിൽ നിന്നോ യോഗാധ്യാപകരിൽ നിന്നൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ട് ശ്വസന പരിശീലനങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് സമയം നിങ്ങളുടെ വിനോദത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തുക. എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കളിക്കുന്നതാവാം, ഫുട്ബോൾ കളിക്കുന്നതാണെങ്കിൽ അത്, ഇനി കളി കാണുന്നതാണെങ്കിൽ അത്, സുഹൃത്തുക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതാണെങ്കിൽ അത്, സിനിമ കാണുന്ന ചിലപ്പോൾ ചില ആൾക്ക് അങ്ങനെ ഉണ്ടാവും, സിനിമ കാണുന്നതായിരിക്കും എന്ന് കരുതിയിട്ട് ഇറങ്ങുന്ന സിനിമകളെല്ലാം പോയി കാണണം എന്നുള്ളൊരു നിർബന്ധം മറ്റൊരു മനസ്സിൻ്റെ മറ്റൊരു അവസ്ഥയാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുക എന്നുള്ള. അവസാനമായിട്ട് പറയാനുള്ളത്, ഒരു ഇന്നർ ട്രൂത്ത് മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യും. നമ്മുടെ ഉള്ളിലെ ചില സത്യങ്ങൾ ബോധ്യപ്പെടുക. അതും ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മറിച്ച് അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ പറയാം. നമ്മുടെ ഉള്ളിലുള്ള നല്ല സത്യങ്ങളെ, നമ്മുടെ നന്മകളെ നമ്മൾ ചിന്തിച്ച് ഓർത്തെടുത്ത് അതിൽ സ്വന്തമായിട്ട് നമ്മൾ അഭിമാനം കൊള്ളാൻ ശ്രമിക്കുക. അതിന് കുറച്ച് സമയം കണ്ടെത്തുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആങ്സൈറ്റി എന്നുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരും. ഇതൊക്കെ മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വരും. നിങ്ങളുടെ ജീവിതം തന്നെ മാറും.
അപ്പോൾ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങളാണ്. 5 നമുക്ക് ഒന്നുകൂടെ നോക്കാം ട്ടോ. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള അനുഭവമുള്ള ആളുകൾ ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് പല ആളുകൾക്കും ഉണ്ടാകും പെട്ടെന്നൊരു വിഷമം കയറി വരിക. പെട്ടെന്നൊരു വിഷമം കയറി വരിക. അതിൻ്റെ കാര്യകാരണങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്നത് കേട്ടില്ലേ? എന്താണെന്നറിയില്ല ഇന്ന് വല്ലാത്തൊരു വിഷമം, എന്തൊക്കെയോ ഒരു ഇടങ്ങേറ് അല്ലേ? എന്ന് പറയുമല്ലോ. ആ ഒരു അവസ്ഥയുള്ള ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾക്കും ഈ ആങ്സൈറ്റി പ്രശ്നമൊക്കെ തന്നെയാണ് ഉള്ളത് ട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങളതെന്തായാലും ചെയ്യാൻ ശ്രമിക്കുക. മാറ്റങ്ങളുണ്ടാവും. ഓക്കെ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് സ്വന്തമായിട്ട് ബോധ്യപ്പെടുക. എനിക്കൊരു അസുഖമില്ല. എനിക്ക് ഇതാണ് ഉത്കണ്ഠ എന്ന് പറയുന്ന ആങ്സൈറ്റിയാണ് എനിക്കുള്ളത് എന്നുള്ള ബോധ്യപ്പെടുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 8 മണിക്കൂറിൽ ഉറങ്ങാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ബ്രീത്തിങ് എക്സസൈസുകൾ, ശ്വസന പരിശീലനങ്ങൾ. യോഗയിൽ നമ്മൾ പ്രാണായാമം എന്നൊക്കെ പറയും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ല അധ്യാപകരുടെ യോഗാധ്യാപകരുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമുക്ക് വിനോദത്തിൽ ഏർപ്പെടുക. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഏതെങ്കിലും ഒരു വിനോദത്തിൽ നമ്മൾ ശരിക്കും യോഗയിലൊക്കെ പറയുന്ന 1.5 മണിക്കൂറെങ്കിലും നമ്മൾ വിനോദത്തിന് ഏർപ്പെടുക. ഇനി അതില്ലെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും സമയം കണ്ടെത്തുക. നാലാമതായിട്ട്. അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞത് സ്വന്തം പോസിറ്റീവായിട്ടുള്ള നമ്മുടെ നല്ല ഗുണങ്ങളിൽ നമ്മൾ അഭിമാനം കൊള്ളുക. നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ഇത്ര ആളുകൾക്ക് സഹായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നന്മ ഉദ്ദേശിച്ചിട്ടാണല്ലോ. എൻ്റെ മനസ്സിൻ്റെ ശുദ്ധി. സ്വന്തമായിട്ട് അഭിമാനിക്കുക. ആത്മാഭിമാനം കൊള്ളുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആങ്സൈറ്റി പ്രശ്നം മാറും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തുകയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൈവരിക്കാൻ, വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. വീണ്ടും ഇതുപോലെയുള്ള ഒത്തിരി നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരും. വീണ്ടും കാണാം. ഗുഡ് ബൈ.